വനിതാ ട്വന്റി ലോകകപ്പ് ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്നിറങ്ങും. കരുത്തരായ ഓസ്ട്രേലിയയാണ് സെമിയിൽ ഇന്ത്യയുടെ എതിരാളികൾ. കേപ്പ് ടൗണിലെ ന്യൂലാൻഡ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 6:30 മത്സരം. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ കൈവിട്ട കിരീടത്തിന് മറുപടി നൽകാനുണ്ട് ഇന്ത്യക്ക്. കേപ്പ് ടൗൺ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഓസീസിനെതിരെ ഇറങ്ങുമ്പോൾ അതിൽ കുറഞ്ഞൊന്നും ഇന്ത്യക്ക് ലക്ഷ്യം വെക്കാനില്ല. പാകിസ്ഥാനെ ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തിയതോടെയാണ് ഇന്ത്യ ഓസ്ട്രേലിയ സെമിക്ക് കളമൊരുങ്ങിയത്. ഗ്രൂപ്പിൽ പാകിസ്ഥാൻ, വെസ്റ്റ് ഇൻഡീസ്, അയർലൻഡ് ടീമുകളെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിയിലേക്ക് ടിക്കറ്റ് എടുത്തത്. എന്നാൽ ഗ്രൂപ്പ് എയിൽ ചാമ്പ്യന്മാരായാണ് ഓസ്ട്രേലിയയുടെ സെമി പ്രവേശം. ഓപ്പണിംഗിൽ സ്മൃതി മന്ദാന, ഷഫാലി വർമ്മ കൂട്ടുകെട്ട് ഇന്ത്യക്ക് കരുത്താണ്. പരിക്കിന് ശേഷം മടങ്ങിയെത്തിയ സ്മൃതി മന്ദാന ഫോമിലേക്ക് തിരിച്ചെത്തിയത് ടീമിന് ആശ്വാസമാണ്. ക്യാപ്റ്റൻ ഹർമൻപ്രീത് കൗറും ജമീമ റോഡ്രിഗസും റിച്ച ഘോഷും മികവ് ആവർത്തിച്ചാൽ ഇന്ത്യക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും. ദീപ്തി ശർമ്മയ്ക്കൊപ്പം ബൌളിംഗ് നിരയും താളം കണ്ടെത്തിയാൽ ഓസീസ് കടമ്പ ഇന്ത്യക്ക് വലിയ വെല്ലുവിളിയാകില്ല. അതേസമയം മറുവശത്ത് മികച്ച ബാറ്റിംഗും സ്ഥിരതയാർന്ന ലൈനപ്പും ഏത് വെല്ലുവിളിയും മറികടക്കാൻ ഓസീസിനെ സജ്ജമാക്കുന്നു. ഗ്രൂപ്പിൽ തോൽവി അറിയാതെയാണ് ഓസീസിന്റെ വരവ്. ബാറ്റർമാരുടെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റും ഓസീസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 2020 ലോകകപ്പിനു ശേഷം കളിച്ച 33 മത്സരങ്ങളിൽ 2 മാത്രമാണ് ഓസ്ട്രേലിയ പരാജയപ്പെട്ടത്. ഇരു ടീമുകളും നേർക്കുനേർ വന്ന മത്സരങ്ങളിലും മുൻതൂക്കം ഓസീസിനു തന്നെ. 30 മത്സരങ്ങളിൽ 7 മാത്രമാണ് ഇന്ത്യ ജയമറിഞ്ഞത്. എന്നാൽ ഓരോ മത്സരം കഴിയുമ്പോഴും മികവിലേക്ക് ഉയരുന്ന ഇന്ത്യൻ നിരക്ക് ഓസീസിനെയും മറികടക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഓരോ ഇന്ത്യൻ ആരാധകരും. സ്പോർട്സ് ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.